ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സിംഹവും മാനും. ഒരു കാട്ടിൽ ഒരു സിംഹവും മാനും താമസിച്ചിരുന്നു. അവർ ചെറുപ്പത്തിലെ ഉറ്റ ചങ്ങാതിമാരാണ്. അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങൾക്കെല്ലാം അവരുടെ ചങ്ങാത്തത്തിൽ തെല്ല് അസൂയ ഇല്ലാതെയുമില്ല. കാട്ടിലെ ഒരു പാറക്കെട്ടിൻ്റെ വലിയ ഗുഹയിൽ സിംഹവും മാനും ഒത്തൊരുമയോടെ കഴിഞ്ഞു വന്ന കാലം. അങ്ങനെയിരിക്കെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ മീതെ സിംഹവും മാനും തർക്കത്തിലായി. തണുപ്പ് കാലത്തെ ചൊല്ലിയായിരുന്നു തർക്കം. രണ്ടുപേർക്കും അവരുടേതായ ന്യായങ്ങൾ അവതരിപ്പിക്കാനുള്ളതുകൊണ്ട് ആ തർക്കം ഒത്തുതീർപ്പാകാതെ നീണ്ടുപോയി. മാൻ പറഞ്ഞു, തണുപ്പ് കാലമുണ്ടാകുന്നത് പൂർണ്ണ ചന്ദ്രനിൽ നിന്നും മാറി മറ്റൊരു പുത്തൻ ചന്ദ്രൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ സിംഹം ഒച്ച വെച്ചു, ആര് പറഞ്ഞു നിന്നോട് ഈ കളവ്? ഒരിക്കലും അങ്ങനെയല്ല. തണുപ്പ് ഉണ്ടാകുന്നത് പുത്തൻ ചന്ദ്രനിൽ നിന്നും മാറി മറ്റൊരു പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാകുമ്പോഴാണ്. ഒരു രാത്രി മുഴുവൻ രണ്ടുപേരും അതിൻ്റെ പേരിൽ തർക്കിച്ചു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവർ ഒരു തീരുമാനത്തിലെത്തി. കാട്ടിലെ ബുദ്ധിരാക്ഷസനായ കുരങ്ങനെ ചെന്ന് കാണുക. കുരങ്ങൻ എന്താണോ പറയുന്നത് അതാണ് ശരിയെന്ന് അംഗീകരിക്കുക. അങ്ങനെ സിംഹവും മാനും തമ്മിലുള്ള തർക്കത്തിന് താൽക്കാലികമായി വിരാമമായി. പക്ഷേ കാട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് അതത്ര രസിച്ചില്ല. സിംഹവും മാനും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിക്കണമെന്നായിരുന്നല്ലോ അവർ ആശിച്ചിരുന്നത്. കാട്ടിലെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനാനിഗ്നനായി ഇരിക്കുകയായിരുന്നു കുരങ്ങച്ചൻ. സിംഹവും മാനും നേരെ ചെന്ന് കുരങ്ങൻ്റെ മുന്നിൽ ഒന്ന് വണങ്ങി. അല്പനേരത്തെ ധ്യാനത്തിനു ശേഷം കുരങ്ങൻ കണ്ണു തുറന്ന് ഇരുവരെയും നോട്ടമിട്ടു. അവർ എല്ലാം വിസ്തരിച്ച് കേൾപ്പിച്ചു. കുരങ്ങച്ചൻ സിംഹത്തിൻ്റെയും മാനിൻ്റെയും വാദങ്ങൾ കേട്ടതിന് ശേഷം ഇരുവരെയും ഒന്ന് നോക്കി, എന്നിട്ട് അർത്ഥം വെച്ച് മൂളി. ശേഷം ഇങ്ങനെ പറഞ്ഞു, രണ്ടുപേർ പറഞ്ഞതിലും സത്യത്തിൻ്റെ അംശമുണ്ട്. എങ്കിലും അതിലൊന്നുമല്ല കാര്യം. പഴയ സൗഹൃദവും സ്നേഹവും നിലനിർത്തുന്നതിലാണ്. അത് എല്ലാവർക്കും കഴിയുന്നതല്ല, പക്ഷേ നിങ്ങൾക്ക് കഴിയും. അത് ഇത്ര കാലവും തെളിയിക്കുകയും ചെയ്തു. ഇനിയുള്ള കാലവും അതിന് കഴിയട്ടെ. കുരങ്ങൻ രണ്ടുപേരെയും സത്യം ബോധിപ്പിച്ച് തിരിച്ചയച്ചു. പിന്നീടൊരിക്കലും അവർ അനാവശ്യ കാര്യങ്ങൾക്ക് തർക്കിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.